വാക്യം, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറയും. പ്രിയപ്പെട്ടവരെയും, തിരുത്തലുകളോടൊപ്പം ചേർന്ന് കാൽവരി ക്രൂശിലേക്കുള്ള നമ്മുടെ യാത്രയുടെ ഓരോ നാളുകൾ പിന്നിടുമ്പോഴും നോമ്പ് തിരുത്തപ്പെടുന്ന ഒരവസ്ഥയാണ് എന്നും ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ടിടങ്ങളിൽ തിരുത്തലുകളെ കുറിക്കുവാനും പുതിയ ദർശനങ്ങളുമായി പുതിയ ചിന്തകളുമായി രൂപാന്തരത്തോടൊപ്പം ചേർന്ന് പുനരുദ്ധാനത്തെ വിശ്വസിച്ച് യാത്ര ചെയ്യുവാനും സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. ആ ദൈവത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ നാം വായിച്ച് കേട്ടത് രണ്ട് മനുഷ്യരുടെ പ്രാർത്ഥനയാണ്. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. രണ്ടുപേരുടെ പ്രാർത്ഥനയിൽ വ്യത്യസ്തമാവുന്ന പ്രാർത്ഥന രീതികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ടുപേരും നിൽക്കുന്നത് ഒരിടത്ത് തന്നെയാണ്, ദേവാലയത്തിൽ. പരീശന് ദേവാലയത്തിൽ പോകുന്നുണ്ട്, ചുങ്കക്കാരന് ദേവാലയത്തിൽ പോകുന്നുണ്ട്. രണ്ടുപേരും പോകുന്നത് പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പക്ഷേ രണ്ടുപേരുടെ പ്രാർത്ഥനയിൽ ചില വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധ്യമാകും. ഇവിടെ പരീശൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവനിങ്ങനെ സ്വയം നീതീകരിക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായകയാൽ നിന്നെ സ്തുതിക്കുന്നു. അവിടെ പരീശൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വയം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് ദൈവത്തോടുകൂടെ പറയുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, മറ്റുള്ളവരെ പോലെ ഞാനല്ല, പാപികളെ പോലെ ഞാനല്ല, ചുങ്കക്കാരനെ പോലെ ഞാനല്ല. ഞാൻ സ്വയം നീതീകരിക്കപ്പെട്ടവനായിട്ട് ഞാൻ യഥാസമയം ആരാധനയ്ക്ക് വരുന്നു, യഥാസമയം പ്രാർത്ഥിക്കുന്നുണ്ട്, യഥാസമയം ഉപവസിക്കുന്നുണ്ട്, യഥാസമയം ദശാംശം കൊടുക്കുന്നുണ്ട്, യഥാസമയം ദൈവാലയമുള്ള ബന്ധത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് താൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും, ചുങ്കക്കാരൻ്റെ മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമേ പാപിയായ എന്നോട് കരുണ ഉണ്ടാകണമേ. അവൻ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ദൈവത്തോട് പറഞ്ഞത്: ഞാൻ പാപിയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. ഈ രണ്ട് കാര്യങ്ങളുടെ പ്രാർത്ഥന അവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ അവൻ നീതീകരിക്കപ്പെട്ടവനായി മറ്റുള്ളവൻ നീതിയില്ലാത്തവനായി മടങ്ങിപ്പോയി എന്ന് ഈ വേദഭാഗത്തിൽ പറയുകയും ചെയ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രണ്ട് പ്രാർത്ഥന രീതികളെയാണ് നമുക്ക് കാണുവാൻ, രണ്ട് മനുഷ്യരുടെ പ്രാർത്ഥന രീതികൾ. ഈ പ്രാർത്ഥന രീതികൾ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാൻ പരീശൻ്റെ നിലയിലാണോ പ്രാർത്ഥിക്കുന്നത്? പരീശനെ പോലെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? പരീശനെ പോലെയാണോ ഞാൻ ചിന്തിക്കുന്നത്? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പരീശൻ്റെ പ്രാർത്ഥനകളായി തീരുകയാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് ഞാൻ ദൈവത്തിന് ചെയ്ത കാര്യങ്ങൾ ദൈവത്തോടു കൂടെ അറിയിക്കുന്ന പ്രാർത്ഥനകളായി മാറുകയാണ്. മറ്റുള്ളവർക്ക് ചെയ്തത് ദൈവത്തോടു കൂടെ അറിയിക്കുന്ന പ്രാർത്ഥനകളായി മാറുകയാണ്. ഞാൻ കൃത്യമായി ആരാധനയ്ക്ക് വരുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ ഞാനല്ല എന്ന് പറയപ്പെടുന്ന പ്രാർത്ഥനാ രീതികൾ പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കണം എന്നാണ് ഇന്ന് നമ്മെ ധ്യാനം ഓർമ്മപ്പെടുന്നത്. അവിടെ ഒരു തിരുത്തലുണ്ടാകണം. തിരുത്തലുകളിൽ കൂടെയുള്ള ഒരു കാൽവരിയിലേക്കുള്ള യാത്രയാണ് ധ്യാനചിന്ത എന്ന് പറയുന്നത്. എന്താണ് തിരുത്തൽ എന്ന് പറയപ്പെടുന്നത്? തിരുത്തലുകൾ എങ്ങനെയാണ്? എൻ്റെ കുറവുകളെ തിരിച്ചറിയുന്ന തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കപ്പെടണം. എൻ്റെ കുറവുകളെ എനിക്കും തിരിച്ചറിയുവാനായിട്ട് കഴിയണം. എൻ്റെ കുറവുകളെ അംഗീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയപ്പെടണം. പലപ്പോഴും കുറവുകളെ തിരിച്ചറിയുവാനോ കുറവുകളെ അംഗീകരിക്കപ്പെടുവാനോ നമുക്ക് കഴിയാതെ പോവുകയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിലെ കുറവ് എന്ന് പറയപ്പെടുന്നത്? ഒരിക്കൽ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്: കർത്താവ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് കൽപ്പനകളെ പ്രമാണിക്കുക, അതൊക്കെ ഞാൻ പ്രമാണിച്ചു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും പിന്നത്തേത് കർത്താവ് പറയുന്നത് നിനക്കൊരു കുറവുണ്ട്. എന്നാണ് ആ മനുഷ്യൻ ജീവിതത്തിലെ കുറവ്? ദൈവത്തോടുകൂടി അടുത്തു വരുവാനായിട്ട് തടസ്സം നിൽക്കുന്ന ഭൗതികമാകുന്ന ജീവിത അവസ്ഥകൾ തന്നെയാണ്
അവൻ്റെ ജീവിതത്തിലെ കുറവ്. കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ ആ ന്യായശാസ്ത്ര നിത്യജീവനെ സ്വന്തമാക്കുവാനായിട്ട് കഴിയാതെയുള്ള ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ കുറവ് എന്ന് പറയപ്പെടുന്നത് അവൻ്റെ ഭൗതിക ജീവിതവും ഭൗതികതയോടുകൂടെയുള്ള അമിതമാകുന്ന ആവേശവും തന്നെയാണ് എന്ന് അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ആ കുറവ് നികത്തുവാനായിട്ടോ ആ കുറവ് അംഗീകരിക്കുവാനായിട്ടോ ആ കുറവ് തിരുത്തുവാനായിട്ടോ കഴിയാതെ വണ്ണം അവനൊന്ന് മടങ്ങിപ്പോവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ നഷ്ടമെന്ന് പറയുന്നത് നിത്യജീവനെ സ്വന്തമാക്കുവാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ്. ഇവിടെ ചുങ്കക്കാരനെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവൻ തൻ്റെ കുറവിനെ തിരിച്ചറിയുകയാണ്. ഞാൻ പാപി എന്ന് തിരിച്ചറിയുന്നുണ്ട്, ഞാൻ ബലഹീനെന്ന് തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന രീതി നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ സ്വയം നീതീകരിക്കപ്പെടുവാനായിട്ടല്ല, മറിച്ച് ഞാൻ നിൻ്റെ മുൻപ് നിൽക്കുവാൻ യോഗ്യൻ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ അതാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു തിരിച്ചറിവുണ്ടാകണം. ഞാൻ കുറവുള്ളവനാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എന്ന് പറയപ്പെടുന്നത് ദൈവസന്നിധിയിൽ എനിക്ക് വരുവാനായിട്ട് കഴിയുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ കുറവ് എന്ന് പറയപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിലെ കുറവ് എന്ന് പറയപ്പെടുന്നത് ദൈവത്തോടുകൂടെ ചേർന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവവുമായുള്ള ആഴങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയാതെ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലെ കുറവ്. എൻ്റെ ജീവിതത്തിലെ കുറവ് എന്ന് പറയുന്നത് എനിക്ക് ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. 365 ദിവസത്തിൽ കേവലം 40 ദിവസം പോലും ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അല്പമൊന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിവെച്ച്, ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ മാറ്റിവെച്ച്, ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ മാറ്റിവെച്ച്, ജീവിതത്തിൻ്റെ ചിന്തകൾ മാറ്റിവെച്ച്, ജീവിതത്തിൻ്റെ ഭൗതിക നേട്ടങ്ങളെ മാറ്റിവെച്ച് ആത്മീക തലങ്ങളിലേക്ക് എനിക്ക് മടങ്ങി വരുവാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ അവിടെയാണ് എൻ്റെ കുറവിനെ എനിക്ക് തിരിച്ചറിയേണ്ടത്. എനിക്ക് ഉപവസിക്കുവാനും എനിക്ക് പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തുവാനായിട്ട് എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരു കുറവ് ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. വചനം വായിക്കുവാനോ വചനം പഠിക്കുവാനോ വചനം കേൾക്കുവാനോ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാനായിട്ട് എനിക്ക് കഴിയാതെ വരുന്നതാണ് എൻ്റെ ജീവിതത്തിലെ കുറവ്. ആ കുറവിനും തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഈ നോമ്പെന്ന് പറയുന്നത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ കുറവിനെ തിരിച്ചറിഞ്ഞ് ആ കുറവിനെ നികത്തുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്, സമയക്രമീകരണമാണ് ഈ നോമ്പ്. ഓരോ കാലഘട്ടത്തിലെ നോമ്പ് നമുക്ക് ലഭ്യമാവുക. അപ്പോൾ ഈ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന പോലെ എൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിനോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സ്വയം നീതീകരിക്കപ്പെടുന്ന അനുഭവത്തിലല്ല, സ്വയം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ വിളിച്ചു പറയുന്ന പ്രാർത്ഥന രീതികൾ അല്ല എന്നിൽ ഉണ്ടാക്കപ്പെടേണ്ടത്, മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ, എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ പാപാവസ്ഥകൾ അതൊന്ന് ഏറ്റുപറയുവാനായിട്ട് കഴിയണം. ഇവിടെ തുറന്നുള്ള വേദഭാഗങ്ങൾ വായിക്കപ്പെടുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. ആര്? ചുങ്കക്കാരനെ മനുഷ്യൻ തൻ്റെ കുറവിനെ അംഗീകരിച്ചും തൻ്റെ കുറവിനെ തിരിച്ചറിഞ്ഞും ആ കുറവ് ഏറ്റുചൊല്ലിയും പ്രാർത്ഥിക്കപ്പെട്ട മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ നിന്ന ഇടമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധി വിട്ട് ഒത്തിരിയേറെ അകലെയായിരുന്നു. കർത്താവിൻ്റെ പ്രാകാരത്തു നിന്നും ഒത്തിരി അകലത്തായിരുന്നു അവൻ പ്രാർത്ഥിക്കുവാൻ നിന്നത്. അവൻ സ്വർഗത്ത് പോലും നോക്കുവാൻ മനസ്സു വച്ചില്ല, സ്വർഗത്ത് പോലും നോക്കുവാൻ അവന് കഴിയുന്നില്ല. അത്രയേറെ കുറവ് അവനുണ്ടായിരുന്നു, അത്രയേറെ പാപം അവനുണ്ടായിരുന്നു, അത്രയേറെ വീഴ്ച അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, അത്രയേറെ ബലഹീനയുടെ അനുഭവത്തിൽ കൂടെ അവൻ കടന്നുപോയി. അതുകൊണ്ടിട്ടാണ് അവൻ നിലത്തു നോക്കിയിട്ട് നിലവിളിക്കുന്നത്, കർത്താവേ പാപിയായ എന്നോടൊന്ന് കരുണ തോന്നണമേ. ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയും ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റുള്ളവനെ കുറിച്ച് പറയുന്നത് അവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്നുള്ള മറ്റൊരു സത്യം കൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ സ്വയം ഒന്ന് താഴ്ത്തുവാനായി, ഞാൻ പാപി എന്നേറ്റു പറയുവാൻ, ഞാനൊന്നുമല്ല എന്നേറ്റു പറയുവാൻ നമുക്ക് കഴിയണം. അതാണ് ശമൂവേൽ ബാലൻ കർത്താവിനോട് കൂടെ പറയുന്നത്, അടിയനിതാ അടിയനോട് അരുളി ചെയ്യണമേ, അടിയനിതാ അടിയനോട് അരുളി ചെയ്യണമേ.
യെശയ്യാവ് പറഞ്ഞത് അടിയനെ അയക്കണമേ എന്ന്. അടിയനെ ഞാനത് സമർപ്പിക്കുന്നു, അടിയനെ അയക്കണം, ഈ പാപിയ എന്നെ. നമ്മുടെ പ്രാർത്ഥനാ രീതികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രാർത്ഥനാ രീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി ഈ നോമ്പ് തിരുത്തലുകളുടെ നോമ്പുകളാക്കി തീർക്കുവാൻ നമുക്ക് ശ്രമിക്കാൻ പ്രിയപ്പെട്ടവരെ. തിരുത്തലുകളുമായി മാത്രമേ കാൽവരിയിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയത്തുള്ളൂ. ജീവിതത്തിൽ തിരുത്തലുകൾ, ഒന്നാമത്തെ തിരുത്തലുകൾ കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിക്കേണ്ടായി. ഒരു അനുരഞ്ജനത്തിൻ്റെ തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടാകണം. അത് സഹോദരങ്ങളോടും അത് മാതാപിതാക്കളോടും കൂടെ ആകട്ടെ. രണ്ടാമത്തെ തിരുത്തലുകളെക്കുറിച്ച് പറയുകയാണ്, കുറവുകളെ അംഗീകരിക്കുന്ന, കുറവുകളെ തിരിച്ചറിയുന്ന, കുറവുകളേറ്റ് ചൊല്ലുന്ന തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടം ഉണ്ടാകണം. അവിടെയാണ് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിലേക്ക് പ്രവേശിക്കുവാനും പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ നീതീകരിക്കപ്പെട്ട മനുഷ്യനെ കടന്നു പോകുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ ബലഹീനൻ എന്നേറ്റ് ചൊല്ലി, ഞാൻ പാപി എന്നേറ്റ് ചൊല്ലി കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി അവൻ്റെ പാദപീഠത്തിലേക്ക് ഇറങ്ങി വരാൻ പ്രിയപ്പെട്ടവരെ. അവിടെ ദൈവിക രക്ഷയുടെ അനുഭവങ്ങൾ കൊള്ളുവാൻ തക്കവിധം സർവശക്തനായ ദൈവം